സന്ദീപ് അജസ്പൈ നമുക്ക് സന്ദീപ് മേളിൽ നേരത്തെ പോയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ കണ്ടിട്ട് അവരുടെ അവസ്ഥ ഭീകരമാണല്ലേ? അതിഭയാനകമാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത മനസ്സ് തകരുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഇവിടെ നമുക്ക് കണ്ട ഏറ്റവും എനിക്ക് ഒരു വിമർശനം എന്ന നിലയിൽ സർക്കാരിനോടൊരു അഭ്യർത്ഥനയുള്ളത്, ഇവിടെ എല്ലാ സംഘടനകളും അത് മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷെ ആ ചെറുപ്പക്കാരാണ് വന്നിരിക്കുന്ന എല്ലാവരും. പക്ഷെ അവരുടെ വിഭവശേഷി, അവരുടെ കഴിവിനെ കൃത്യമായി ഇവിടെ വിനിയോഗിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. കാരണം തീർച്ചയായും സർക്കാരാണ് അതിനൊരു കോർഡിനേഷൻ നടത്തേണ്ടത്. ഇപ്പം ഇവിടെ സേവാഭാരതി ഉണ്ട്, ഡിവൈഎഫ്ഐ ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതോടൊപ്പം തന്നെ യൂത്ത് ലീഗ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി യൂത്ത് കോൺഗ്രസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ ചെറുപ്പക്കാരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എഫേർട്ട്, അതിനൊരു കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഇവരെ എവിടെ വർക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് ഞാൻ ആ മേളിലെല്ലാം പോയി, എല്ലാ സംഘടനയുടെ ചെറുപ്പക്കാർ ധാരാളം ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ നിഷ്ക്രിയരായി നോക്കി നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാ സംഘടനകൾക്കും അതാത് സ്ഥലങ്ങൾ, അതാത് ഡ്യൂട്ടികൾ നിശ്ചയിച്ചു കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. എല്ലാ സംഘടനകളുടെ ഒരു കോർഡിനേഷൻ നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാണ് ഒരു അഭ്യർത്ഥന. സർക്കാരിന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് അത്തരം. കാരണം നമുക്കറിയാം ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. അവർ ആത്മാർത്ഥമായി തന്നെ പണിയെടുക്കുന്നുമുണ്ട്. പക്ഷേ അവർക്ക് കൃത്യമായ ഒരു കോർഡിനേഷൻ, അല്ലെങ്കിൽ സന്ദീപ് പറഞ്ഞ പോലെ അത് കൃത്യമായി ഉപയോഗിക്കപ്പെടുന്ന വിമർശനമാണ് സന്ദീപ് ഇപ്പോൾ ഉന്നയിച്ചത്. ഏതായാലും അത്തരം നിരവധി പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകും. ഇത്ര വലിയ ഒരു എഫർട്ടാണ് നിരവധി ആളുകൾ, ഞാൻ തമ്മിൽ സൂചിപ്പിച്ച പോലെ, ഭവ്യ ചോദിച്ച പോലെ, ആരും പറയാതെ ആരും നിർദ്ദേശിക്കാതെ ഇവിടെ വന്നുപോകുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്കാ രീതിയിൽ ഈ ഇത്തരം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ജില്ലാ ഭരണകൂടത്തിനടക്കം ഉണ്ട് എന്ന് കരുതാനാകില്ല. ഏതായാലും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ എന്തെങ്കിലും കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ ആരും നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ച് വരുന്നതിന് അപ്പുറത്തേക്ക് നിരവധി ആളുകൾ ഇവിടെ വന്നു പോകുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ ചില ആളുകളൊക്കെ അവിടെ എന്താണ് അവരുടെ ഇവിടുത്തെ ഉദ്ദേശം, ഇവർ വന്നിട്ട് ഇവിടെ എന്ത് കിട്ടാൻ എന്നൊക്കെ ചോദ്യമൊക്കെ സ്വാഭാവികമായി നമുക്ക് ചോദിക്കാൻ തോന്നുന്ന തരത്തിൽ ആളുകൾ ഇവിടെ വന്ന് സ്ഥലം കാണുന്നു, മൊബൈലിലും മറ്റും ദൃശ്യങ്ങൾ പകർത്തുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഒരു സ്ഥലമാണോ ഇതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്ക് ഒരു തരത്തിലുണ്ടെങ്കിൽ പറയാം, നേരത്തെയൊക്കെ ഇവിടെ വിനോദസഞ്ചാരത്തിൽ വന്ന ആളുകളുണ്ടാകാം, ഈ നാട്ടുകാരായി ഇവിടെ വന്ന ഈ പ്രദേശവാസികൾ, ഇതിന്റെ അടുത്തുള്ള സ്ഥലക്കാർ ഉണ്ടാകാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെയുള്ള ആളുകൾ പോലും ഇവിടേക്ക് ഈ സ്ഥലം കാണാൻ വരുമ്പോൾ അത് മറ്റൊരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നിരവധി യഥാർത്ഥത്തിൽ ഇവിടെ എത്തേണ്ട ആളുകൾക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടാകും. ഇപ്പോൾ യഥേഷ്ടം ആളുകൾ ഇവിടേക്ക് വരുന്നത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ ഇവിടെ നിന്ന് ആളുകൾ ഇതിന്റെ ദൃശ്യങ്ങൾ പകർന്നു നോക്കി, കുറച്ച് ഉയർന്ന സ്ഥലങ്ങളിൽ കയറി ദൃശ്യങ്ങൾ പകർന്നു നമുക്ക് കാണാം. അവർക്കൊന്നും ഇവിടെ ഒരു കാര്യവും ചെയ്യേണ്ട ആളുകളാണെന്ന് ചോദിച്ചാൽ അല്ല എന്നതിന് മറുപടി. സ്ഥലം കാണാനും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്താനും ഈ ഘട്ടത്തിലാണോ ഇവിടെ വരേണ്ടതെന്ന വലിയ ചോദ്യമാണ്. ഇവിടെ നിൽക്കുന്ന ആരും ഒരു സുഖവാസ കേന്ദ്രമായി, ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി കണ്ടിവിടെ നിൽക്കുന്നവരെല്ലാം നാടിനുണ്ടായ ഏറ്റവും വലിയ ദുരന്തത്തിൽ അതിൽ നിന്ന് രക്ഷ നേടണം എന്ന് ആഗ്രഹിച്ച് ഇവിടെ വരുന്ന ആളുകളാണ്. ഇവിടെ ജോലിയുടെ ഭാഗമായി അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തന ഭാഗമായി വരുന്നവർ 99%. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ സ്ഥലം കാണാൻ. അതെ, വി വി അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം MS അനീഷ് കുമാറും അരുണൊപ്പം ചേർന്നിരുന്നു. അനീഷും അരുണും സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം ദുർഘടമായ ഒരു സാഹചര്യമാണ് അവിടെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അവിടെ വന്നു പോകുന്ന ആളുകൾക്ക് പല വൈകാരികമായ അടുപ്പം അവിടെയുള്ള ആളുകളുമായി നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നിരിക്കാം, ഒരുപക്ഷെ നേരത്തെ ആ സ്ഥലങ്ങളിലൊക്കെ വന്ന് കണ്ടുപോയിട്ടുള്ളവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഈ ഒരു ദുരന്ത ഭൂമി അത് ഈ സാഹചര്യത്തിൽ മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകാം. പക്ഷെ ആ ആകാംക്ഷ കാണിക്കേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ വന്ന് കണ്ടുപോകേണ്ട, ഫോട്ടോ എടുക്കേണ്ട, വീഡിയോ എടുക്കേണ്ട ഒരു ടൂറിസം കേന്ദ്രമൊന്നുമല്ല നമ്മുടെ ഈ ദുരന്ത ഭൂമി എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഈ രക്ഷാദൌത്യത്തെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആവില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ആളുകൾ കൂട്ടമായി അവിടേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. രക്ഷാദൌത്യ സംഘത്തിലുള്ളവർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ട ഒരു സമയം കൂടിയാണിത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.
മേഖലയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരവുമാണ്. ചൂരൽമലയിലൂടെ ശാന്തമായി ഒഴുകിയ പുഴയുടെ അവസ്ഥ പാടെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ പുഴ കണ്ടാൽ പാറക്കെട്ടുകളാൽ നിബിഡമായ ഒരു പുഴയായിരുന്നു ഇത് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇപ്പോൾ കാണാം ഒരാൾ പൊക്കത്തേക്കാൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾ പൊക്കത്തേക്കാൾ ഉയരമുള്ള വലിയ പാറക്കെട്ടുകളാണ് ഇപ്പോൾ ഈ പുഴയിൽ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നത്. ഈ പാറക്കെട്ടുകൾ നീക്കം ചെയ്യുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ ജോലിയുമാണ്. ഈ പ്രവർത്തനങ്ങളിലാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ കൂടുതൽ മൃതശരീരങ്ങൾ ഈ പാറക്കെട്ടുകൾക്കുള്ളിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ അതീവ കൂടൊരുക്കാൻ ന്യൂസ് 18 കൈകോർക്കാം. വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് താൽക്കാലിക താമസ സൗകര്യമൊരുക്കാൻ കഴിയുന്നവർ, നിശ്ചിത കാലത്തേക്ക് വാടക വീട് ഒരുക്കി നൽകാൻ കഴിയുന്നവർ, വാടക വീട് കണ്ടെത്തുന്നവരുടെ വാടക നൽകാൻ കഴിയുന്നവർ, വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ കഴിയുന്നവർ ഞങ്ങളെ അറിയിക്കുക. അധികൃതരുമായി ചേർന്ന് നമുക്കവർക്കായി കൂടൊരുക്കാം. ഫോൺ നമ്പർ 8086400391 7025591125. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടതുപോലെ തന്നെ ഹൃദയവാതിൽ തുറന്നിടുകയാണ് ന്യൂസ് 18. ഇപ്പോൾ നമുക്ക് വയനാട്ടിലുള്ളവർക്ക് വേണ്ടി, ആ ദുരന്തത്തിൽ അകപ്പെട്ടു പോയവർക്ക് വേണ്ടി, ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ഒരു കൈസഹായം നൽകാം എന്നതിനപ്പുറം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ചെയ്യേണ്ട ആവശ്യവുമില്ല എന്നുള്ളതാണ്. അവിടെ ഏറ്റവും ഊർജിതമായി വിപുലമായിട്ടുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിയോഗിക്കപ്പെട്ട രക്ഷാസംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അവർക്ക് ഇനി അവർ ആ ഒരു ദുരന്ത മുഖത്തിൽ നിന്ന് തിരികെ എത്തുമ്പോൾ നമുക്ക് പാർപ്പിക്കാൻ ഒരു ഇടം വേണം. ആ ഒരു പാർപ്പിടം ഒരുക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയുമെങ്കിൽ അതിനുള്ള സന്നാഹങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതിന്റെ ഒരു ക്യാമ്പയിനാണ് ന്യൂസ് 18 ആരംഭിച്ചിട്ടുള്ളത്. ന്യൂസ് 18 പ്രേക്ഷകർക്ക് അതിനായി ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം അതിൽ ഏറ്റവും സുതാര്യമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളാൽ കഴിയുന്ന ചെറിയ തുകയെങ്കിൽ ചെറിയ തുക അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി സംഭാവന നൽകുക എന്നുള്ളതാണ്. ആ കാര്യം പ്രേക്ഷകർക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഗീത IASന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ഹെൽപ്പ് ഫോർ വയനാട് സെല്ല് കൂടി രൂപീകരിച്ചിട്ടുണ്ട്. letashhelpwayanad@gmail.com എന്ന ഇമെയിൽ വിലാസമാണ് അതിന് നൽകിയിട്ടുള്ളത്. ആ ഇമെയിൽ വിലാസത്തിൽ പ്രേക്ഷകർക്ക് എങ്ങനെ സഹായിക്കാം എന്നുള്ളത് അറിയിക്കാവുന്നതാണ്. അതോടൊപ്പം 88 94 0014 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ടും എങ്ങനെ ഇവർക്ക് കൈത്താങ്ങാകാം, എന്ത് സഹായം നൽകാനാകും എന്നതടക്കമുള്ളവ അറിയിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലൊക്കെയും സഹായ ഹസ്തങ്ങളുമായി നമുക്ക് അവർക്കൊപ്പം തുടരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. MS അനീഷ് കുമാർ ദുരന്ത ഭൂമിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഇപ്പോൾ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ 5ാം ദിവസമാണ് തെരച്ചിലിന്റെ, ഒരു ദുരന്ത നിവാരണത്തിന് ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ നമ്മൾ എത്തുന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ രക്ഷാപ്രവർത്തനം വിലയിരുത്തിയാലും ഇപ്പോൾ ഉച്ച തിരിഞ്ഞിരിക്കുന്നു, 3:30 കഴിഞ്ഞിരിക്കുകയാണ്. ഒരു അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് രക്ഷാപ്രവർത്തനം. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇന്ന് നടന്നത്. ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള റഡാറുകൾ അടക്കം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടി എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തെ, ഇന്ന് ഈ ദിവസത്തെ രക്ഷാപ്രവർത്തനത്തെ വിലയിരുത്തുന്നത്? രക്ഷാപ്രവർത്തനം ഏറ്റവും ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുമ്പോഴും കൂടുതൽ മൃതദേഹങ്ങൾ ഇനി ഈ മേഖലയിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നൊരു രീതിയിൽ തന്നെയാണ് വിലയിരുത്തൽ വരുന്നത്. കാരണം പലയിടങ്ങളിലും, പ്രത്യേകിച്ചും ജനവാസ കേന്ദ്രങ്ങളായ എല്ലാ ഇടങ്ങൾ, വീടിനോട് ചേർന്ന ഭാഗങ്ങൾ, പൊതുവായി ഉപയോഗിച്ച ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന നടത്തിയെങ്കിലും ഇപ്പോൾ കൂടുതൽ മൃതശരീരങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ തുടരും. പക്ഷേ ഒരുപക്ഷെ ഇവിടെ നിന്നും ഇനി മൃതദേഹങ്ങൾ ലഭിക്കാൻ സാധ്യത കുറവാണ് എന്ന വിലയിരുത്തൽ കൃത്യമായി ഉണ്ട് താനും. കാരണം ഈ ഉരുൾപൊട്ടി ഒലിച്ച് മലവെള്ളപ്പാച്ചിൽ വലിയ ശക്തിയോടുകൂടി താഴോട്ട് പതിക്കുകയായിരുന്നു. വലിയ കൂറ്റൻ പാറക്കല്ലുകളും മരങ്ങളും ഒക്കെ ഒഴുകിയെത്തുകയും ചെയ്തു. ഇവിടെ ചെറിയൊരു പുഴയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പുഴ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇത്ര വിസ്തൃതമായ ഒരു ഭൂപ്രദേശം പുഴയായി ഉണ്ടായിരുന്നില്ല. ആ പുഴ ഗതി മാറി ഒഴുകുകയും
വലുതായി മാറുകയും ചെയ്തു. അതുകൊണ്ട് ആ പുഴയിലെ പ്രവാഹത്തിൽ പലരും താഴേക്ക് പതിച്ചിട്ടുണ്ട് എന്ന ഒരു നിഗമനം തന്നെയാണ്. കാരണം ചാലിയാറിൽ നിന്നും നിരവധി മൃതശരീരങ്ങളാണ് ഇതിനകം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ വനമേഖലയൊക്കെ അടക്കമുള്ള ഇടങ്ങളിലൂടെയാണ് ഈ പുഴ താഴേക്ക് ഒഴുകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വനങ്ങളിലും മറ്റുമൊക്കെ കുരുങ്ങിപ്പോകാനുള്ള സാഹചര്യവും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് സൂചിപ്പാറ പോലെയുള്ള ഇടങ്ങളിൽ വനമേഖലയിൽ തെരച്ചിൽ നടത്താനായി പോയ സന്നദ്ധ സംഘമൊക്കെ അവർ രക്ഷാ ദൌത്യത്തിന് പോയ ആളുകൾ ഒരു അപകടത്തിൽ കുരുങ്ങുകയും അവരെ പിന്നീട് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത്. നേരത്തെ എയർഫോഴ്സ് വിമാനത്തിൽ അത്തരത്തിൽ 2 പേരെ കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം പരിക്കേറ്റ ഒരാൾ പിന്നാലെ കോസ്റ്റ് ഗാർഡ് വിമാനത്തിൽ വരും എന്നാണ് അറിയിച്ചിരുന്നത്. കോസ്റ്റ് ഗാർഡ് അല്പസമയം മുമ്പ് അദ്ദേഹവുമായി ഇവിടേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് ആദ്യം എയർഫോഴ്സ് വിമാനം ഇവിടെ എത്തി ഇത്തരത്തിൽ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിച്ചിരുന്നു. ആ പരിശോധന വിജയകരമായി പൂർത്തിയാക്കി. പിന്നീട് 2 പേരെ എത്തിക്കുകയും ചെയ്തു. എന്നാൽ കോസ്റ്റ് ഗാർഡിന്റെ വിമാനം എത്തിയപ്പോൾ കാലാവസ്ഥ അത്ര പ്രതികൂലമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2-3 വട്ടം ഇവിടെ ലാൻഡ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഒപ്പം ആദ്യമെത്തിയ എയർഫോഴ്സ് വിമാനത്തെക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള വിമാനമാണ് കോസ്റ്റ് ഗാർഡിന്റെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം എയർഫോഴ്സിലെ അങ്ങേയറ്റം വിദഗ്ധരായ ആളുകളായിരുന്നു നിയന്ത്രണം കൈകാര്യം ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചാണ് ഒരുപക്ഷെ അവർക്ക് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മിക്കവാറും മേൽപ്പാടിയിലോ അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷൻ പോലുള്ള മറ്റിടങ്ങളിലേക്ക് അതിന്റെ ലാൻഡിംഗ് മാറ്റുമോ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വിമാനം ഹെലികോപ്റ്റർ മടങ്ങിപ്പോയിരിക്കുന്നു. ഇനിയിപ്പോൾ തിരിച്ചു വന്നിട്ടുമില്ല. മഴ അവിടെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം പതിവായി ഉച്ചതിരിഞ്ഞാൽ കൃത്യമായി മഴ പെയ്യുന്ന ഒരു ഇടമാണ് ഇവിടം. ഇന്നും മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് ഇന്നത്തെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. മുണ്ടക്കൈ പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ പോയ പുഞ്ചിരിവട്ടം പോലുള്ള ഉയർന്ന സ്ഥലങ്ങളിൽ പോയ ആളുകൾ തിരികെ താഴേക്ക് വരുന്നത് നമുക്ക് കാണാമായിരുന്നു. വലിയ തെരച്ചിൽ ദൌത്യം തന്നെ ഇന്ന് നടത്തുകയും ചെയ്തു. എന്നാൽ കാര്യമായ പുരോഗതി അവിടെ ഒന്നും ഉണ്ടായില്ലെന്നാണ് തെരച്ചിൽ ദൌത്യങ്ങളിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നത്. നമുക്ക് കാണാം വിശാലമായ ഈ പ്രദേശത്ത് നിരവധി ആളുകൾ ഇപ്പോൾ ഉണ്ട്. അവർ പലരും മുകളിൽ നിന്നും തെരച്ചിൽ കഴിഞ്ഞ് വന്നവരാണ്. എന്തായാലും നേരത്തെ അരുണൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡിസാസ്റ്റർ ടൂറിസം എന്നോ ഡാർക്ക് ടൂറിസം എന്നോ ഒക്കെ മന്ത്രി മുഹമ്മദ് റിയാസ് വിശേഷിപ്പിച്ച ഇത്തരമൊരു ചുറ്റിക്കറങ്ങൽ, ദുരന്തം നടന്ന ഇടങ്ങൾ കാണാനുള്ള കൌതുകം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ടെലിവിഷനിലൂടെയും മറ്റുമൊക്കെ ഈ ദുരന്ത സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ എങ്ങനെ ഈ സ്ഥലം ഇരിക്കുന്നു എന്ന് അറിയുന്നതിനായി പലരും എത്തുന്നുണ്ട്. നമ്മൾ ബംഗളൂരുവിൽ നിന്നൊക്കെ എത്തിയ ആളുകളെ പോലും അല്പസമയം മുമ്പ് കണ്ടിരുന്നു. ഒപ്പം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന ആളുകളെയും കണ്ടു. ചെറുകിട രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ, എല്ലാ ഇടത്തുമുള്ള ജനപ്രതിനിധികൾ എന്നിവരൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ജനപ്രതിനിധികൾ പോലുള്ള ആളുകൾ എത്തേണ്ടത് അനിവാര്യമാണ്. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വീഴ്ചകളുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട്. ഒപ്പം ജനങ്ങളോടൊപ്പമുണ്ടെന്ന് അവർ അവരുടെ പ്രതിബദ്ധത തെളിയിക്കുകയും വേണം. പക്ഷേ ഈ കാഴ്ച കാണാനെത്തുന്നവർ എന്തിനിവിടേക്ക് വരുന്നു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുന്നു. സർക്കാർ കർശനമായ നിയന്ത്രണങ്ങളടക്കമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർ വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ പോലും കടത്തിവിടാൻ വലിയ തടസ്സമാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ മറികടന്ന് എങ്ങനെ ഇത്ര അധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ചൊരു യോഗം മന്ത്രിസഭാ ഉപസമിതി ചേരും എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചിരുന്നു. അതിനുശേഷം ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുക, ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർക്കാണ് ഇവിടേക്ക് വരാൻ കഴിയുക, വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണം, ഇത്തരത്തിലൊരു പ്രോട്ടോകോൾ കൃത്യമായി ഇന്നത്തെ മന്ത്രിസഭാ സമിതി യോഗം പാസാക്കും അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഭക്ഷ്യവിതരണവുമായി ബന്ധപ്പെട്ടും ചില നിയന്ത്രണങ്ങൾ ഇന്ന് തന്നെ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ആളുകൾ ഈ സ്ഥലങ്ങളിൽ ഭക്ഷ്യവിതരണത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നവരെ ഇന്ന് കടത്തിവിടാൻ അനുവദിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് ഒരുപാട് രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം കിട്ടാതിരുന്നു. അവരൊക്കെ ചൂരൽമല പട്ടണത്തിലേക്ക് എത്തുകയും പതിവായി ഭക്ഷണം കഴിക്കുന്ന ഇടത്ത് വന്ന് നിരാശരായി ബ്രെഡും ബണ്ണും ഒക്കെ കഴിച്ച് മടങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ഈ സന്നദ്ധ പ്രവർത്തകർ, ഈ നാട്ടുകാരായ ആളുകൾ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന 1-2 സന്നദ്ധ സംഘടനകളെയും ഇതിന് അനുവദിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. വേണമെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ അടക്കമുള്ള പരിശോധനകൾ അവിടെ നടന്നുകൊള്ളട്ടെ. പക്ഷേ ഇത്തരക്കാരെ കൂടെ അനുവദിക്കണം. ഇത് സർക്കാരിന് തന്നെ സഹായകരമാവുന്ന ഒരു പ്രവൃത്തിയാണ് എന്നും അവർ പറയുന്നു. എന്തായാലും
ഇക്കാര്യങ്ങളിലും ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും തെരച്ചിൽ വളരെ കാര്യമായി തന്നെ നടക്കുന്നു. ഈ പ്രദേശങ്ങളൊക്കെ വളരെ ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരിടമാണ്. നമുക്ക് മുന്നിൽ ഇപ്പോൾ ആ മണ്ണുമാന്തി യന്ത്രം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ വീടുകൾ ഉണ്ടായിരുന്ന ഇടമാണ്. അവിടെ ഇപ്പോൾ വെറും മണൽ കൂന മാത്രമായി മാറിയിരിക്കുന്നു. ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആളുകളുടെ കാല് മറ്റുമൊക്കെ അതിൽ ഒരുപാട് താഴ്ന്നു പോകുന്നു. നേരത്തെ എയർഫോഴ്സിന്റെ വിമാനം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോൾ അതിന്റെ പൈലറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കാലുകൾ ഈ മണ്ണിൽ താഴ്ന്നു പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള ഒരു പുനഃസ്ഥാപനമാണ് ഇനി വേണ്ടത്. എല്ലാ തരത്തിലും ഈ നാടിനെ തിരിച്ചുപിടിക്കാനുള്ള ഊർജിതമായ ഒരു ശ്രമങ്ങൾ ഉണ്ടാവണം. അതിനുള്ള കൈത്താങ് പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നും പൊതു സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ സർക്കാരിനുണ്ടാവണം. തീർച്ചയായും സനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുജനങ്ങളുടെ കൈത്താങ്ങാണ് ഇപ്പോൾ വയനാട്ടിലുള്ളവർക്ക് ആവശ്യം. ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് നിന്ന് അവരുടെ ജീവിതവും എല്ലാം അപ്പാടെ തകർത്തെറിഞ്ഞ ആ ദുരന്തത്തിൽ പകച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഇനി വേണ്ടത് അതാണ്. ആ സഹായമാണ് നമ്മൾ അവിടെ എത്തിക്കേണ്ടത്. അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ചാലിയാറിലേക്ക് പോയാൽ ചാലിയാർ പുഴയിൽ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. 4 മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെത്തിയത്. 192 മൃതദേഹങ്ങളാണ് ഇതുവരെ ലഭിച്ചത്. ഐഷത്തുൽ ഷംന ചേരുന്നുണ്ട് അവിടെ നിന്ന്. ഷംന, ചാലിയാറിൽ വളരെ വിപുലമായിട്ടുള്ള തെരച്ചിലും രക്ഷാപ്രവർത്തനവും ഒക്കെ തന്നെയാണ് നടന്നത്. മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ ഏത് വിധത്തിലാണോ രക്ഷാപ്രവർത്തനവും തെരച്ചിലും ഒക്കെ നടന്നത്, സമാനമായ രീതിയിൽ തന്നെ ചാലിയാറിലും തെരച്ചിൽ നടന്നു. TDRF വോളണ്ടിയർമാരും പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും ഒക്കെ ചേർന്ന് അവിടെ പുഴയിൽ മാത്രമല്ല സമീപത്തുള്ള വനമേഖലകളിലും ഒക്കെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നത്തെ ഒരു തെരച്ചിലിന്റെ പൊതുചിത്രം എങ്ങനെയാണ് ഷംന? ആര്യ, ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം 4 അല്ല 9 മൃതദേഹങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 3 മൃതദേഹങ്ങളും 6 ശരീരഭാഗങ്ങളും അടക്കം 9 എണ്ണമായി. അങ്ങനെ ഇതുവരെ 198 മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയുടെ വിവിധ കടവുകളിൽ നിന്നായി ലഭിച്ചത്. ഇന്ന് രാവിലെ തന്നെ 7:30 തന്നെ തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ തുടർന്നിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെയും ഇന്നുമായി തിരച്ചിൽ പ്രത്യേക ഒരു ടീമുകളായി തിരിഞ്ഞ് പോലീസും നേവിയും ഫയർഫോഴ്സും മറ്റ് സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടാണ് തിരച്ചിൽ നടക്കുന്നത്. പുഴയുടെ 5 കിലോമീറ്റർ ഇടവിട്ട് പുഴയോട് ചേർന്ന മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയും ഈ വന്നടിഞ്ഞ മരങ്ങൾ, മറ്റ് അവശിഷ്ടങ്ങൾ അതിനിടയിലൊക്കെയായിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട് കൂടുതൽ തിരച്ചിൽ. അതിൽ തന്നെ ഇന്നലെ ഈ മുണ്ടേരി ഫാമിന് സമീപത്തുള്ള വനമേഖലയോട് ചേർന്ന പ്രദേശത്തായിരുന്നു ഇന്നലെ കൂടുതൽ ഊർജിതമായ തെരച്ചിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഇന്നലെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് ഈ മുക്കം ഭാഗത്തോട്ടാണ് കൂടുതലായി തിരച്ചിൽ നടത്തുന്നത്. മുക്കം ഭാഗത്തോട്ടാണ്. ഇപ്പോൾ പുതിയ കണക്കുകൾ പ്രകാരം 3 മൃതദേഹങ്ങളും 6 മൃതദേഹ ഭാഗങ്ങൾ, ശരീരഭാഗങ്ങളടക്കം 9 എണ്ണം, അങ്ങനെ 198 എണ്ണം ഇതുവരെ ലഭിച്ചു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇന്നലെ മന്ത്രി സൂചിപ്പിച്ചിരുന്നു, ഇവിടെ നിലമ്പൂരിൽ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തവ, വളരെ ജീർണിച്ച അവസ്ഥയിലുള്ളവ നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കും, അത് വയനാട്ടിലോട്ട് കൊണ്ടുപോകില്ല എന്നൊരു കാര്യം ഇന്നലെ മന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ അതിൽ ഇപ്പോൾ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നിലവിൽ ഇതുവരെ ഒരു സംസ്കാരവും നടന്നിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഫോറൻസിക് വിദഗ്ധരടക്കമുള്ള അത്തരം പരിശോധനകൾ അടക്കം നടത്തിയതിനു ശേഷമായിരിക്കും DNA ടെസ്റ്റ് ഉൾപ്പെടെ അതിന് നിർബന്ധമായും നടത്തണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ 128-ലധികം അല്ലെങ്കിൽ 150-ലധികം മൃതദേഹങ്ങൾ വയനാട്ടിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ളത് വളരെ കുറച്ച് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മാത്രമാണ്. അത് ഇവിടെ സംസ്കരിക്കേണ്ടതുണ്ടോ അതോ വയനാട്ടിലോട്ട് തന്നെ പോകുമോ എന്ന കാര്യത്തിൽ അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ടെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ഡോക്ടർ അടക്കമുള്ളവർ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം നമ്മോട് പറഞ്ഞതും. എന്തായാലും ഈ ചാലിയാർ പുഴയിൽ വരും ദിവസങ്ങളിലും ഊർജിതമായി തന്നെ തിരച്ചിലുണ്ടാവും. പ്രത്യേകിച്ച് വനമേഖലകളിൽ ഈ വന്ന് പതിച്ചത് വനമേഖലകളിലൊക്കെയാണ്. അപ്പം ആ വനമേഖലകളിൽ പുഴയോട് ചേർന്ന് രൂപപ്പെട്ട മൺകൂനകൾ, വന്നടിഞ്ഞ മരങ്ങൾ, അത്തരം പാറക്കഷ്ണങ്ങൾ, പാറക്കൂട്ടങ്ങൾ, ഇതിനിടയിലൊക്കെ ഊർജിതമായി തന്നെ തിരച്ചിലുണ്ടാകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ തിരച്ചിലിനായി പോയ 3 യുവാക്കൾ, ഈ പ്രദേശവാസികളായ 3 പേരെ കാണാതായിരുന്നു. അവരെ പിന്നീട് വയനാട്
വെച്ച് കണ്ടെത്തുകയുണ്ടായി. അവർക്ക് വഴിയുള്ള രക്ഷാപ്രവർത്തനം, അവരൊരു വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതിനുശേഷം അവരെ രക്ഷിക്കാനുള്ള നടപടികൾ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവർ, നാട്ടുകാരുൾപ്പെടെ വളരെ സജീവമായി ഇറങ്ങുമ്പോൾ പോലീസിനോടും മറ്റു ഉദ്യോഗസ്ഥരോടും കൂടി അറിയിച്ചതിന് ശേഷം അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ വനമേഖലയിലോട്ടോ അല്ലെങ്കിൽ കുത്തൊഴുക്കുള്ള സമയത്ത് പുഴയിലോട്ടൊക്കെ ഇറങ്ങാവൂ എന്ന് പോലീസ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നിർബന്ധമായും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഉള്ളത് കവളപ്പാറ ദുരന്തം നടന്ന മേഖല, അതിന് തൊട്ടടുത്താണ് ഈ ചാലിയാർ ഉള്ളത്. നമുക്കറിയാം, ഈ വയനാട് ദുരന്തത്തിന്റെ മുൻപ് നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ആയിരുന്നു കവളപ്പാറ. എത്രയോ 60ഓളം പേരെ നമുക്ക് അന്ന് മരണപ്പെട്ടു, 10ഓളം പേരെ കാണാതായി, എത്രയോ വീടുകൾ ഇല്ലാതായി. ആ വലിയ ദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ ഈ ചാലിയാർ പുഴയുടെ തീരത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം. ആ ഒരു മുറിവുണങ്ങും മുമ്പാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം പിന്നീട് ഉണ്ടാകുന്നത്. എത്രയോ മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന് പതിച്ചതും. അത് ഒരു പ്രശ്നവുമില്ലാതെ അല്ലെങ്കിൽ ഒരു പരാതിയും ഒന്നുമില്ലാതെ നിസ്വാർത്ഥമായി എല്ലാ മനുഷ്യരും ചേർന്ന് ഓരോ തവണയും ആ മൃതശരീരങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. അവരാരും തന്നെ ഇതുവരെ മറ്റൊന്നും ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല. നമുക്കറിയാം, ഓരോ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ട്, മറ്റ് നേതാക്കളുണ്ട്, അല്ലാത്തവരുണ്ട്, പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, അല്ലാതെ സാധാരണക്കാരുണ്ട്. എല്ലാവരും ചേർന്ന് പ്രത്യേകിച്ച് പെട്ടെന്നാണ് ഈ ചാലിയാർ പുഴയിൽ ഒഴുക്ക് കൂടുന്നത്, അല്ലെങ്കിൽ ജലനിരപ്പ് പെട്ടെന്നാണ് ഈ ചാലിയാർ പുഴയിൽ ഉയരുന്നത്. പ്രത്യേകിച്ച് തന്നെ ഈ കോഴിക്കോട് മേഖലയിൽ മഴ പെയ്താൽ എത്ര പെട്ടെന്നാണ് ചാലിയാർ പുഴയിലെ ജലനിരപ്പ് ഉയരുക. അപ്പോൾ അത്രയും റിസ്ക് ഉള്ള ഒരു മേഖലയാണ്. പിന്നീട് വനമേഖലയിലോട്ട് പോയി തിരച്ചിൽ നടത്തുമ്പോൾ അവിടെയുള്ള ഒരു കാര്യം, ഇരുട്ടായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പുഴ മുറിച്ചു കടക്കുക, ഇക്കരെ എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അല്ലെങ്കിൽ ആ റിസ്ക് ഫാക്ടറുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നതും. എന്തായാലും ഇതുവരെ ഇപ്പോൾ 198-ലധികം മൃതദേഹങ്ങളാണ് ഇന്ന് ഇതുവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിലും ശക്തമായി ഊർജിതമായി തന്നെ ടീമുകളായി തിരിഞ്ഞു തന്നെ തിരച്ചിൽ തുടരുമെന്നും ഉദ്യോഗസ്ഥർ നമ്മോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആര്യ, തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് ചാലിയാറിന്റെ തീരത്ത് നിന്ന് അവിടുത്തെ സ്ഥിതിഗതികളും തെരച്ചിലിന്റെ പുരോഗതിയും ഒക്കെ നമ്മളുമായി പങ്കുവച്ചത്. മാവൂർ ചാലിയാറിൽ വ്യാപകമായ തെരച്ചിലാണ് നടക്കുന്നത്. വാഴക്കാട്, പന്തീരങ്കാവ്, മുക്കം പോലീസ് സ്റ്റേഷനുകളുടെ കീഴിലാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. TDRFിന്റെയും അതോടൊപ്പം തന്നെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ തിരച്ചിൽ വളരെ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഴയിൽ മാത്രമല്ല, അതിന് സമീപ പ്രദേശങ്ങളിലുള്ള പുഴയുടെ ഇരു കരകളിലുമുള്ള കാടുകളിലും ഒക്കെ ഇത്തരത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ഷംന പങ്കുവെക്കുന്നത് 9 മൃതദേഹങ്ങൾ ഇന്ന് അവിടെ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 198 മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.